തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി കേരളത്തിൽ പൂർത്തീകരിക്കുകയും തിരഞ്ഞെടുപ്പ് ഫലം 13-ാം തീയതി പ്രസിദ്ധീകരിക്കുകയും ഇന്നിപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നഗരസഭ, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ബന്ധപ്പെട്ട സമിതികളുടെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭൂരിഭാഗം സീറ്റുകൾ നേടി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിഭാഗം സീറ്റുകൾ കരസ്ഥമാക്കുവാനും ബ്ലോക്ക് ഭരണ സമിതിയുടെ ഭരണം നിലനിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുനലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3 പഞ്ചായത്താണ് UDF ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇത്തവണ 2 പഞ്ചായത്തായി കുറയുന്ന നിലയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പുനലൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 12,500-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ഇപ്പോഴും ഒരു മുൻകൈ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. തീർച്ചയായും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം അത് ഭംഗിയായിട്ട് നിറവേറ്റുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും സമിതികളും ശ്രമിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കൂടുതൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നേതൃപരമായിട്ടുള്ള പങ്ക് നിർവഹിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈൻ ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട VS ഷിജു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട K. അജിമോൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അഞ്ചൽ ബ്ലോക്ക് Yeah.